ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപ് തുടങ്ങി വെച്ചു. അതായത് അനധികൃത കുടിയേറ്റക്കാരെ ഇനി അമേരിക്കയിൽ വേണ്ട. ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നടത്തിയിരുന്ന വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇവരെ ഒക്കെ ചവിട്ടി പുറത്താക്കും എന്നത്. വേറൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആദ്യം പഠിക്കണം. അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും താൻ പ്രമാണിത്വവും ഒക്കെ ആയിട്ട് ഒരു രാജ്യത്ത് ചെന്ന് കയറിയാൽ അതിന്റെ ഫലം ശരിക്ക് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ വിഷയമാണെങ്കിലും അതെ, നിമിഷപ്രിയയുടെ വിഷയമാണെങ്കിലും അതെ, ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് വന്ന് കാണിച്ചു കൂട്ടിയ വിഷയങ്ങളായിരുന്നാലും അതെ, പാകിസ്ഥാനികളുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ ചെന്നിട്ട് അഫ്ഗാനികൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളായിരുന്നാലും അതെ. അപ്പോൾ ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് അംഗീകരിക്കാൻ, അത് മനസ്സിലാക്കി ജീവിക്കാൻ പര്യാപ്തമാണെങ്കിൽ മാത്രം അങ്ങോട്ട് വലിഞ്ഞു കയറിയാൽ മതി. ഈ നൂപുർ ശർമ്മയും തസ്ലീം അഹമ്മദ് റഹ്മാനിയും തമ്മിൽ ഉണ്ടായിരുന്ന ഗ്യാൻവാപ്പി വിഷയത്തിൽ ഒരു ചർച്ച ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഡിബേറ്റ് നടക്കുവാണ്. ആ ഡിബേറ്റിനിടയിൽ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഒരു ചർച്ചയ്ക്കിരിക്കുന്നു. എതിർഭാഗത്തിരിക്കുന്നത് കാഫിറാണ്, സ്ത്രീയാണ്, BJP വക്താവാണ് നൂപുർ ശർമ്മ. ഇയാൾക്ക് കുരുക്കള് പൊട്ടി. അപ്പോ ഇവർക്ക് കുരു പൊട്ടി, കാരണം സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അയ്യോ സ്ത്രീകളോട് ചർച്ചയ്ക്ക് ഞാനില്ലാന്ന്. എന്താ സ്ത്രീകൾ എന്തോ ഇതുവരെ? കാരണം സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തു മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അയ്യോ പെണ്ണു വന്നു മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, പറ്റുമോ? അങ്ങനെ അവരെ നൂപുർ ശർമ്മയുടെ ശിവലിംഗത്തെയും അവരുടെ കല്ലിനെ ആരാധിക്കുന്ന രീതിയെയും ഒക്കെ നിശിതമായി വിമർശിച്ചപ്പോൾ നൂപുർ ശർമ്മ തിരിച്ചും പറഞ്ഞു, നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഞാനും അങ്ങ് പറയും, കേൾക്കേണ്ടി വരും. 6 വയസ്സുള്ള പെണ്ണിനെ കെട്ടിയതും 9 വയസ്സിൽ ആ പെണ്ണുമായി ഫിസിക്കലി റിലേറ്റഡ് ആയതും മാനവരിൽ മനോഹരന്റെ ചെയ്തികളെ സംബന്ധിച്ച്, മാതൃകാ പുരുഷോത്തമനെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം മാത്രം ആത്തരവും മറ്റുള്ളവരുടേതൊക്കെ പോക്കുമാണെന്നുള്ള ചവിട്ടിത്തേക്കുന്ന നിങ്ങളുടെ രീതിയുണ്ടല്ലോ, ഞാൻ പറയും. ബുറാക്ക് എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി സ്വർഗവും നരകവും ഒക്കെ കണ്ട് ചന്ദ്രനിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്ന നബിയെ കുറിച്ച് ഞാൻ പറയും, കേൾക്കേണ്ടി വരും. പരന്ന ഭൂമിയെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയും. എന്തായിരുന്നാലും ഇവര് തമ്മിലുള്ള ഈ ചർച്ച ഒരു ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ സഹസ്ഥാപകനായ സുബൈർ, ഇയാൾ ഇതെടുത്ത് നൂപുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം വെട്ടിയെടുത്ത് പബ്ലിഷ് ചെയ്തു, വൈറലാക്കി. നമ്മളുടെ മതത്തേതാ BJP വക്താവായിട്ടുള്ള ഒരു സ്ത്രീ വിമർശിക്കുന്നു. പോരേ പൂരം. പിന്നീട് അഫ്ഗാൻ ഇളകുന്നു, ഖത്തർ, കുവൈത്ത്, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ എന്നു വേണ്ട സകലമാന രാജ്യങ്ങളും ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോപ്പും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇറാന്റെ തുറമുഖമടക്കം പിടിച്ചെടുത്ത് അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഇറാനിലേക്കും ഒക്കെയുള്ള ചരക്ക് കപ്പലുകളുടെ ഒക്കെ ഗതാഗത നിയന്ത്രണം നരേന്ദ്രമോദി ഏറ്റെടുത്തു. അതാണ് പണിക്ക് തിരിച്ച് പണി കിട്ടും. ചിലപ്പോൾ കുറച്ച് കഴിയും തോറും അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. കിട്ടുമ്പോൾ കണക്കിന് കിട്ടും. ഞാനും ചിലപ്പോൾ അങ്ങനെ മൗനിയായിരിക്കും. കൊടുക്കേണ്ടുന്ന സമയം വരുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെയൊക്കെ രീതികൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ മാപ്പ് പറയണമെന്നും പറഞ്ഞു കുവൈത്തിലേക്ക് പോയ കുറച്ച് ഇന്ത്യക്കാർ, അതിനകത്ത് മലയാളികളുമുണ്ട്, പാകിസ്ഥാനികളും ഉടനെ തന്നെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അവരെ ട്രാവൽ ബാൻ ചെയ്ത് അകത്താക്കി കുവൈത്ത്. കാരണം കുവൈത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. കുവൈത്തും ഇന്ത്യയും തമ്മിൽ നല്ല രൂപത്തിൽ സഹകരിച്ചു പോകുന്ന സൗഹൃദ രാജ്യങ്ങളാണ്. അവർ തമ്മിൽ വാണിജ്യ ബന്ധങ്ങളും വ്യവസായ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ചില കരാറുകളും ഒക്കെ ഉണ്ട്. അതിന് വിഘാതം സൃഷ്ടിക്കാൻ പുറത്തു നിന്ന് വരുന്ന ശക്തികൾ ശ്രമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ രാജ്യത്ത് അതൊക്കെ പറ്റും. ഇപ്പൊ ജോർജ് സോറോസ് ഇന്ത്യയെ എങ്ങനെ തകർക്കാം, ഇന്ത്യയെ എങ്ങനെ വിഭജിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാളും അയാളുടെ മകനും.
അവരെയാണിപ്പോൾ ബംഗ്ലാദേശ് കൂട്ടുപിടിച്ചിട്ട്, ചൈനയെയും പാകിസ്ഥാനിനെയും കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യക്കെതിരെ മുറവിളിയുമായിട്ട് രംഗത്തുള്ളത്. വല്ല കാര്യവുമുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഇന്ത്യയോട് പിച്ചേരക്കുക, തിന്നണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ ഇന്ത്യ വേണം. അപ്പോ ഏത് രാജ്യത്ത് ചെന്നാലും ശരി, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അപ്പൊ ട്രംപ് പറഞ്ഞത്, അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ആളുകൾ, അവരിനെയും സ്റ്റുഡൻസ് വിസയിൽ വന്നവരാകട്ടെ, ആരായിരുന്നാലും ശരി, ആ രാജ്യം ചില നിയമാവലികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ രാജ്യത്ത് നിൽക്കാൻ, പഠിക്കാൻ, ജീവിക്കാൻ, അഭയം സ്വീകരിക്കാൻ. ആ നിയമാവലികൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനിയും ആ രാജ്യത്ത് നിൽക്കണ്ട. അതിന് മുന്നോടിയായി ട്രംപ് തുടങ്ങി വെച്ചു. യൂറോപ്പും അതുപോലെ തന്നെ, സ്വീഡൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ ഏതാണ്ട് നല്ലൊരു വിഭാഗം രാജ്യങ്ങളും അതേപോലെ തന്നെ കാക്കാമാരെ ചവിട്ടി പുറത്താക്കാൻ ആരംഭിച്ചു. കാരണം ഇവരെ എവിടെയായിരുന്നാലും ശരി, ഇവരുടെ തനി നിറം കാണിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോ അടുത്തതായിട്ട് ഓസ്ട്രേലിയയാണ് ഇവരെ മുഴുവനും ചവിട്ടി പുറത്താക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന രാജ്യം. ട്രംപ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലും പ്രശ്നങ്ങളായി. മനസ്സിലാക്കുക, ഓസ്ട്രേലിയ ഏകദേശം 8 ലക്ഷത്തിലധികം മുസ്ലിം ഇമിഗ്രൻസ് ഉണ്ട്. അത് പൊതുവെ ഏറ്റവും കൂടുതലുള്ളത് ഈ ടർക്കിയിൽ നിന്നും പാകിസ്ഥാനിലും അറബ് രാജ്യങ്ങളിൽ നിന്നുമാണ്. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് സിഡ്നിയിൽ നടന്ന ഇഷ്യൂ ആണ് ഇത്രയും പ്രശ്നമാക്കിയത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, ഓസ്ട്രേലിയയുടെ പല സിറ്റികളിലും തടിച്ചുകൂടിയവർ, അവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 15 മുതൽ 16 ലക്ഷം ആൾക്കാർ, ഓസ്ട്രേലിയൻസ് ഒന്നിച്ച് തടിച്ചുകൂടി അവരുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, മുസ്ലിങ്ങളെ ആരും പുറത്താക്കും. എങ്ങനെയുണ്ട്? ഞാനിത് നേരത്തെ കാരണം ഓസ്ട്രേലിയ ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. മനസമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യത്ത് ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കയറി അവരുടെ കൂടി സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചപ്പോൾ ഇവരെ ചവിട്ടി പുറത്താക്കാൻ ആ രാജ്യം നിർബന്ധിതരായി. ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയിരിക്കുന്ന ആളുകളെ മുഴുവൻ ഇവിടെ നിന്ന് പുറത്താക്കണം. ഓസ്ട്രേലിയയുടെ ആവശ്യം അതാണ്. പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബലായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ് ഇവിടെ ഉണ്ടായത്? സിഡ്നിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ആന്റി സെമറ്റിക് അതിനെതിരെ, അതായത് അങ്ങനെ പ്രകടനം നടത്തി അതിന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഒരു ഫോഴ്സ്, ഒരു പ്രത്യേക പോലീസിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയ. അവിടുന്നാണ് ഇതിന്റെ തുടക്കം മുഴുവൻ തുടങ്ങുന്നത്. പാലസ്തീൻ അനുകൂലമായിട്ടും ആന്റി സെമറ്റിക് മുദ്രാവാക്യമൊക്കെ മുഴക്കി സിഡ്നിക്കടുത്ത് കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്നത് വലിയൊരു പ്രകടനം നടന്നു. 3-4 ദിവസം കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സ്റ്റാർട്ടായി. പിന്നീടാണ് ഇത് മുഴുവൻ തിരിഞ്ഞു മറിയുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായത്? ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവിടെ താമസിക്കുന്ന, അവിടെ പഠിക്കാൻ പോകുന്ന മലയാളികളായ മുസ്ലിങ്ങൾ അവരും ഈ വീഡിയോ കണ്ടിരിക്കണം എന്നാണ് അവിടെ ഞാനിത് മുഴുവനും വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ കണ്ടന്റ് ചെയ്യുന്നത്. അതായത് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികൾക്ക് കൊമ്പും തുമ്പിക്കൈയൊന്നുമില്ല, ഇന്ത്യക്കാർക്കും കൊമ്പും തുമ്പിക്കൈയുമൊന്നുമില്ല. ഏത് രാജ്യത്ത് പോയാലും ശരി, ഏതൊരു വീട്ടിൽ പോയാലും നമ്മൾ നമ്മുടെ മര്യാദകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ ശീലങ്ങൾ ആ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ടോ? അവിടുത്തെ ശീലങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെടും. നമുക്ക് സ്വാതന്ത്ര്യമുള്ള വീടുകളാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറായേക്കാം. എന്നിരുന്നാലും നമ്മുടെ രീതികൾ എന്തായിരുന്നാലും അവരോട് പറ്റില്ല. അതുപോലെ തന്നെ വേറൊരു രാജ്യത്ത് ചെന്നാൽ അതിൻ്റെതായിട്ടുള്ള നിയമാവലികൾ അംഗീകരിക്കണ്ടേ? നന്ദി.